സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. തൗബക്ക് ഏറ്റവും നല്ല സമയമാണ്. റമദാൻ വരുന്നു. റമദാൻ വലിയ അതിഥിയായി വരുന്നു. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആ അതിഥി വരുമ്പോ നമ്മളൊന്ന് കുളിച്ച് വൃത്തിയാകണം. അത് വെള്ളം കൊണ്ടല്ല, ഒരു വെള്ളം കൊണ്ടാണ്. ആ വെള്ളം ഏതാണ്? കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളമല്ല, മനസ്സിൽ നിന്ന് കോരുന്ന വെള്ളമാണ്. മനസ്സിൽ നിന്ന് കോരുന്ന വെള്ളം കൊണ്ടൊന്ന് കുളിക്കണം. അത് തൗബയാണ് കേട്ടോ. ഇന്നഹു കാന തവ്വാബാ. അല്ലാഹ് തൗബ സ്വീകരിക്കുന്ന രാജാവാണ്. പടച്ച റബ്ബിനോട് ധാരാളം മാപ്പ് ചോദിക്കണം. ഈ പാവപ്പെട്ട ഞാനല്ലേ മാപ്പ് ചോദിക്കേണ്ടവൻ? നിങ്ങളെക്കാൾ ചോദിക്കേണ്ടത് ഞാനാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തരണേ അല്ലാഹ്. നമ്മളൊരു നല്ലവരാണെന്ന ധാരണ പറ്റൂല. ഈ സാധുവായ എന്നോട് ചിലപ്പോ പലരും പറയും ദ്വാരക്കണം. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിപ്പോകരുത് ഞാനൊരു ദ്വാ ചെയ്യേണ്ട ആള്, അവരൊരു ദ്വാ ചെയ്യിപ്പിക്കേണ്ട ആള്. അങ്ങനത്തെ ഒരു തോന്നൽ എന്റെ മനസ്സിൽ പറ്റൂല, ഒരാളെ മനസ്സിലും പറ്റൂല കേട്ടോ. എല്ലാരും പഠിച്ചവനോട് മാപ്പ് പറയേണ്ടവരാണ്. ആരാണ് ശുദ്ധന്മാർ? മഹാന്മാരൊക്കെ അങ്ങനെയല്ലേ ചിന്തിച്ചത്? ഇപ്പൊ പറയാൻ സമയവുമില്ല, ആരോഗ്യവുമില്ല. സുഹൃത്തുക്കളെ, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ മുല കുടിച്ചതാണ്. മുലപ്പാല് കുടിച്ച മഹാനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ശിഷ്യനാണ്. ഔലിയാക്കളെ നേതാവാണ് അൽ ഹസനുൽ ബസരി. ഹജ്ജിന് പോവുകയാണ്. ആളുകളെ കൂടെ പോകുമ്പോ വെള്ളമില്ല. ഒരു കിണറ്റിന്റെ സമീപത്തെത്തി, കയറൂല്ല, ബക്കറ്റുമില്ല. വെള്ളം കുറച്ച് കിണറിലുണ്ട്, പക്ഷേ അതെങ്ങനെ കുടിക്കാനാ? കിട്ടൂല. മരിക്കാനായി പോയി ജനങ്ങള്. സങ്കടം പറഞ്ഞു ഹസനുൽ ബസരി തങ്ങളോട്. മഹാന്മാരോട് സങ്കടം പറയൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കറാമത്ത് മുഖേന, മുഅ്ജിസത്ത് മുഖേന, അവരുടെ പ്രാർത്ഥന മുഖേന നമുക്ക് കിട്ടാനാണ്. കൊടുക്കുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് ഏതൊരു മുസ്ലിമിനും അറിയാം. ഹസനുൽ ബസരി തങ്ങളോട് സങ്കടം പറഞ്ഞു, ഇസ്തിഗാസ ചെയ്തു, സഹായം തേടി. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് നിസ്കരിക്കട്ടെ. നിസ്കാരം കൊണ്ട് സഹായം തേടാൻ ഖുർആനിലുണ്ട്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. ഞാനൊന്ന് നിസ്കരിക്കട്ടെ. നിസ്കരിക്കാൻ പോയി മഹാനവറുകൾ നിസ്കാരത്തിലങ്ങ് തുടങ്ങി. നിങ്ങളൊന്ന് ചെന്നു നോക്കൂ, കിണറ്റിന്റെ സമീപത്ത്. ഞാൻ നിസ്കരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അനുയായികൾ ചെന്നു നോക്കുമ്പോ വെള്ളം പൊങ്ങി പൊങ്ങി വരുന്നു. വെള്ളം പൊങ്ങി പൊങ്ങി കരയ്ക്ക് നിന്നെത്തുന്ന അതാ ഉയരത്തിലേക്ക് വെള്ളമെത്തി. വെള്ളം കിട്ടി. ആ ഹസനുൽ ബസരി അനുയായികൾക്കതാ കാരക്ക വിതരണം ചെയ്യുന്നു. കാരക്ക ഓരോരുത്തരും തിന്നാൻ വേണ്ടി പൊളിച്ചു. കുരു ഒന്നെടുത്ത് മാറ്റണമല്ലോ. കുരു നോക്കുമ്പോൾ സ്വർണത്തിന്റെ കുരുവാണ്. അത് കൊണ്ടുപോയി അങ്ങാടിയിൽ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇത്രയും വലിയ കറാമത്തുകൾ റബ്ബ് കൊടുത്ത അൽ ഹസനുൽ ബസരി തങ്ങളോട് ജനങ്ങൾ വന്ന് പറഞ്ഞു, തങ്ങളെ ഒന്ന് സ്റ്റേജ് കയറൂ, ഒന്ന് മിമ്പർ കയറൂ, ഒന്ന് പ്രാർത്ഥിച്ചു തരൂ. മഴയില്ല തങ്ങളെ. മഴയില്ലെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ടവരുടെ വാക്കെന്താ? എന്റെ മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കണേ, മുഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കണേ. പണ്ഡിതന്മാരെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ലല്ലോ. എന്നെ ഉപദേശിക്കാൻ എനിക്ക് കടപ്പാടുണ്ടല്ലോ. ഒരു സദസ്സ് ചെല്ലുമ്പോ എന്നെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കോ? ഞാനാകുമോ അവിടെ ദുആ നടത്തുന്നത് എന്ന് എനിക്കൊരു ദുആക്ക് അർഹതയുണ്ടെന്ന് തോന്നല് ശൈത്താൻ നമ്മളെ മനസ്സിൽ ചിലപ്പോ തോന്നിപ്പിച്ചാൽ പരാജയം വന്നു പോയില്ലേ? ഹസനുൽ ബസരി തങ്ങളെ മനസ്സ് കണ്ടോ നിങ്ങള്? തങ്ങളെ, നിങ്ങളൊന്ന് മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ പറയുന്നത് എന്താണ്? നിങ്ങളെ ഹസനിനെ നാട് കടത്തു ജനങ്ങളെ. ഈ ഹസന് നിങ്ങളെ നാട്ടിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മഴ കിട്ടാത്തത്. ഹസൻ അത്രയും മോശക്കാരനാണ്. ഹസനിനെ നിങ്ങളൊന്ന് നാട് കടത്തൂ, നിങ്ങൾക്ക് വെള്ളം കിട്ടട്ടെ. അങ്ങനെയാണ്
മഹാന്മാരെ മനസ്സ് അവർക്ക് ഞങ്ങളൊരു വലിയവരാണെന്ന ചിന്ത ഉണ്ടാവൂല. അവരെ മനസ്സ് വളരെ വളരെ ലോലമായ മനസ്സ്, കുറ്റക്കാരാണെന്ന മനസ്സ്. അവര് തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റ് ചെയ്തവരാണെന്ന രൂപത്തിലാണ് അവരുടെ താഴ്മയും എളിമത്തരവും കേട്ടോ. നമ്മളെ കണക്കൊന്ന് നമ്മൾ നോക്കിയാൽ, എന്റെ പിൻകാല കാര്യങ്ങളൊന്ന് ഞാൻ ചിന്തിച്ചാൽ, ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരൊറ്റ ഹറാമും നോക്കിയിട്ടില്ല, ഒരു ഹറാമും കേട്ടിട്ടില്ല, ഒരു ഹറാമും പിടിച്ചിട്ടില്ല, ഒരു ഹറാമിലേക്കും നടന്നു പോയിട്ടില്ല, അതേ ഹറാമ് സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യപ്പെടാനൊക്കുമോ? അല്ലാഹ് നിർബന്ധമാക്കിയതൊന്നും ഒഴിച്ചിട്ടില്ലെന്ന് പറയാൻ ധൈര്യപ്പെടാനൊക്കുമോ? ധൈര്യത്തിന് സാധ്യതയില്ല, കഴിവില്ല. എന്നാൽ ആ കറകളില്ലേ, മനസ്സുകളിൽ പുരണ്ട തെറ്റിന്റെ കറകളില്ലേ, ആത്മാവിന് വന്ന കറകളില്ലേ, ആ കറകളൊന്ന് മയക്കണ്ടേ സുഹൃത്തുക്കളെ? അതിനുള്ള മാർഗം അല്ലാഹുവിനോട് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങി അതാ വെള്ളമൊലിപ്പിക്കണം. അത് കിണറ്റിലെ വെള്ളമല്ല, അത് ഹൃദയം പൊട്ടി സ്വാലിഹീകളും മാരിഫീകളും ഔലിയാക്കളും മഹാന്മാരും അവരെ മനസ്സ് പൊട്ടി എല്ലാം തന്ന രാജാവ് വിരോധിച്ചത് ചെയ്തു പോയില്ലേ? എല്ലാ സഹായവും തന്ന റബ്ബ് കൽപ്പിച്ചതൊഴിഞ്ഞു പോയില്ലേ? എന്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചില്ലേ എന്ന നിലക്ക് മനസ്സ് പൊട്ടിയിട്ട് കണ്ണിൽ നിന്നൊലിക്കുന്ന വെള്ളം കൊണ്ട് കഴുകണം. അങ്ങനെ കഴുകാൻ ഏറ്റവും പറ്റിയ സമയം ഈ ശഅബാനാണ് കേട്ടോ. കാരണം അതിരി വരുന്നു, റമദാൻ വരുന്നു. ആ റമദാനിനെ സ്വീകരിക്കുമ്പോ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും കൈക്കും കാലിനും കണ്ണിനും കാതിനും ഒക്കെ വന്നിട്ടുള്ള കറുത്ത പാടുകളും ഈ ചേറുകളും കൊണ്ട് ഈ മഹത്വമുള്ള റമദാനിനെ എങ്ങനെ സ്വീകരിക്കും? അതുകൊണ്ട് അതാ നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കാൻ പോകുമ്പോ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് അതേ നല്ല അത്തറും പുരട്ടി സ്വീകരിക്കും പോലെ റമദാനിനെ നല്ല സംശുദ്ധിയോടെ ഒന്ന് സ്വീകരിക്കണം. അതിനെല്ലാവരും തൗബയുടെ മനസ്സുള്ളവരാകണം. റബ്ബിനോട് മാപ്പ് ചോദിക്കണം. ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടവർ ഈ പാവപ്പെട്ട ഞാൻ തന്നെ. റബ്ബേ, ഞങ്ങളെ സദസ്സുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ റഹ്മാനേ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കളെ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു തെറ്റ് ചെയ്തിട്ട് അതിനുശേഷം മാപ്പ് പറയുന്നവർക്ക് വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അവരെ തെറ്റുകൾ മായ്ച്ചു കളയുന്നുണ്ട്. അവരെ അല്ലാഹു തആല ആട്ടിയോടിക്കുന്ന രാജാവല്ല. അല്ലാഹു തെറ്റ് ചെയ്തിട്ട് ഖേദം പ്രകടിപ്പിച്ച് അവനോട് പറഞ്ഞാൽ ആ റബ്ബ് സ്വീകരിക്കുന്ന റബ്ബാണ് കേട്ടോ. ആട്ടിയോടിക്കുന്ന റബ്ബല്ല. എത്ര തെറ്റ് ചെയ്തു പോയവനാണെങ്കിലും ആ തെറ്റ് ചെയ്തു പോയവൻ ഒരിക്കലും നിരാശനാകാൻ പാടില്ല. പടച്ച റബ്ബ് എനിക്ക് പൊറുക്കുകയില്ലെന്ന് വിചാരിക്കാൻ പാടില്ല. ഇനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ചോളണം. അതുപോലെ കൊടുക്കാനുള്ള ഹക്കുകൾ കൊടുത്ത് വീട്ടാൻ നോക്കണം. ഖളാ ഉള്ള നിസ്കാരം ഖളാ വീട്ടാൻ തുടങ്ങണം. നോമ്പ് ഖളാ ഉള്ളവര് ഖളാ വീട്ടണം. കൊടുക്കാനുള്ള ഹക്കുകൾ കൊടുത്ത് വീട്ടണം. അതുപോലെ സക്കാത്ത് കൊടുക്കേണ്ടവര് കൊടുക്കണം. അങ്ങനെ തെറ്റുകളൊക്കെ മാറി നിൽക്കണം, പരിഹരിക്കണം. അതോടുകൂടെ താണ് റബ്ബിനോട് മാപ്പ് ചോദിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയണ്ട മുഅ്മിനീങ്ങളെ. നിങ്ങൾ ആശ മുറിയണ്ട.
അല്ലാഹു തആല ഏത് തെറ്റ് ചെയ്തവനും ഖേദിച്ച് മടങ്ങിയാൽ പുറത്തു കൊടുക്കുന്നവനാണ്. വനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളെ റബ്ബിലേക്ക് മടങ്ങിക്കോ. വസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, ചെയ്ത തെറ്റിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ടോ. സുമ്മ ലാ തുൻസറൂൻ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് പൊറുപ്പിക്കാതെ അങ്ങ് മരിച്ചാൽ അല്ലാഹുവിന്റെ സഹായം പിന്നെ കിട്ടൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് തൗബ ചെയ്യണം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളോടാണ് തൗബ ചെയ്യാൻ പറഞ്ഞത്. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോ. ഔലിയാക്കളുടെ തൗബക്ക് ഇനാബത്ത് എന്ന് പറയും. അതുകൊണ്ടാണല്ലോ വജാഅ ബിഖൽബിൻ മുനീബ് എന്ന് മഹാന്മാരെ പറ്റി പറഞ്ഞില്ലേ. മുർസലീങ്ങളുടെ തൗബക്ക് ഔബ എന്ന് പറയും. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് എന്ന അമ്പിയാക്കളെ കുറിച്ച് അതേ അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് റബ്ബ് പറഞ്ഞില്ലേ. അപ്പൊ അമ്പിയാക്കളുടെ തൗബ വേറൊരു മർത്തബയിലുള്ള തൗബയാണ്. സാലിഹീങ്ങളുടെ തൗബ മറ്റൊരു മർത്തബയിലാണ്. നമ്മൾക്ക് തെറ്റുകളിൽ നിന്നുള്ള തൗബയാണ്, ഖേദിച്ച് മടങ്ങലാണ്. എന്നിട്ട് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് അല്ലാഹുവിനോട് നല്ലതിന് വേണ്ടി ചോദിക്കലാണ്. നന്മ ചെയ്യുന്നവരായി പിന്നീട് ജീവിതം നയിക്കലാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും മനസ്സ് വെക്കണം. അതിലേക്ക് നമ്മൾ കടക്കണം. സാലിഹീകളിലേക്ക് നമ്മുടെ മനസ്സ്, സാലിഹീങ്ങളെ മനസ്സ് പോലെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അതാ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. നബി തങ്ങളെ മുമ്പിൽ വന്ന് കരയുകയാണ്. കരയുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, എന്തിനാ കരയുന്നത് ചെറുപ്പക്കാരാ? എന്റെ പാപം കൊണ്ടാണ്. അല്ലാഹ് നിനക്ക് പുറത്തു തരുമല്ലോ മോനെ. നിന്റെ തെറ്റ് ആകാശഭൂമികൾ ഏഴുണ്ടല്ലോ, അതുപോലത്തെ തെറ്റാണെങ്കിലും പൊറുക്കുമല്ലോ മോനെ. വലിയ പർവ്വതം പോലുള്ള തെറ്റാണെങ്കിലും പൊറുക്കുമല്ലോ മോനെ. അള്ളാന്റെ റസൂലിനോട് പറയുന്നു, നബിയെ അതിനേക്കാളൊക്കെ വലിയ തെറ്റാണ്. അല്ലടോ, നിന്റെ തെറ്റ് അർശിനെക്കാളും വലുതാണോ? അതെ, എന്റെ തെറ്റ് അർശിനെക്കാളും കുർസീനെക്കാളും വലുതാണ്. നിന്റെ തെറ്റ് അള്ളാനെക്കാളും വലുതാണോ? ആ ചെറുപ്പക്കാരൻ മുട്ടിപ്പോയി. അല്ലാഹു അഅ്ലമു, അല്ലാഹു അഅ്ലമു, അള്ളയാണ് വലുത്, എന്റെ തെറ്റല്ല. നീ നിന്റെ തെറ്റൊന്ന് പറയൂ മോനെ. എനിക്ക് വല്ലാതെ നാണക്കേടാകുന്നു. അല്ല, പറയൂ. ഞാനെന്നാ പറയാം. എനിക്കൊരു ദോഷമുണ്ടായിരുന്നു. ഞാൻ ഖബറ് പോയി കിളക്കും, എന്നിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് മോഷ്ടിക്കും. അങ്ങനെ ഖബറ് കിളക്കുന്ന പരിപാടി. ഒരു ദിവസം ഒരു അൻസാരികളിൽപ്പെട്ട പെൺകുട്ടി മരണപ്പെട്ടു. ഞാൻ അവളെ ഖബറ് പോയി തുറന്നു. കഫൻ തുണിയിൽ അവളെ പുറത്തെടുത്തു. ഞാൻ കഫൻ തുണിയിൽ പുറത്തെടുത്തു. ശൈത്താൻ കഫൻ തുണിയുമെടുത്തു പോകുമ്പോൾ അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ അവളെ ബലാത്സംഗം ചെയ്തു പോയി. ആ പെണ്ണ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. നിന്നിട്ട് പറഞ്ഞു, എടോ മനുഷ്യ, നിനക്ക് നാശം. അതാ നിന്നെ ചോദ്യം ചെയ്യുന്ന രാജാവായ റബ്ബിന്റെ അടുക്കൽ നീ യൗമുദ്ദീനിൽ വരൂലേ? മാലിക് യൗമുദ്ദീൻ നമ്മളെല്ലാം ഓതുന്നില്ലേ? പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമയാണ് അല്ലാഹ്. ആ ദിവസം നീ വരൂലേ? അല്ലാഹു തആല അവന്റെ അധികാരത്തിൽ ചോദ്യം ചെയ്യുന്നൊരു സമയം വരൂലേ? ആക്രമിക്കപ്പെട്ടവന് അക്രമിയിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊടുക്കൂലേ? നീ മരണപ്പെട്ട് കിടക്കുന്ന എന്നെ നഗ്നമാക്കിയതിന് ശേഷം കുളിക്കാൻ പോലും സൗകര്യമില്ലാത്ത എന്നെ നീ ബലാത്സംഗം ചെയ്തില്ലേ എന്നീ പെണ്ണ് എഴുന്നേറ്റ് ഇതങ്ങ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നരകവുമായി നിന്നെ അടുപ്പിച്ചതെന്താണ്? ഇറങ്ങണോ? വല്ലാത്ത കാര്യം തന്നെയല്ലേ? പക്ഷേ ഈ ചെറുപ്പക്കാരൻ നിരാശനായില്ല, മനസ്സ് ഖേദിച്ചുകൊണ്ടങ്ങ് പോയി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് മനസ്സിന്റെ ഖേദം തീരുന്നില്ല. ഒരു ദിവസം ഒരൊറ്റ ദുആ, യാ ഇലാഹ മുഹമ്മദ് വആദം വഹവ്വാ, അല്ലാഹ് മുഹമ്മദ് നബിയുടെയും ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും എല്ലാം ഇലാഹായ അല്ലാഹ്, ഇൻ കുന്ത ഗഫർതലി, ഞാൻ അങ്ങേറ്റം ഖേദിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് നീ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ ഫഅലി മുഹമ്മദൻ വഅസ്ഹാബഹു, നബിതങ്ങൾക്കും സഹാബികൾക്കും ഒന്ന് വിവരം കൊടുക്കണേ, എന്റെ തൗബ സ്വീകരിച്ച വിവരം കൊടുക്കണേ. വയില്ല, ഇനി നീ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ ഫാറിസില്ലനയ്യനാറമ്മിനസമായി, ആകാശത്തിൽ കുറച്ച് തീയിറക്കുക അല്ലാഹ്, ഫാഹിരിഖ്നി ബിഹാ, ആ തീ കൊണ്ട് നീ എന്നെ കരിച്ചുകളാല്ലാഹ്, വനജ്ജിനി ബിൽ അദാബിൽ ആഖിറ, ആഖിറത്തിലെ അദാബിലല്ല വെക്കരുത്, ആഖിറത്തിലെ അദാബിൽ നിരക്ഷിക്കണമല്ലാഹ്, ഇവിടെ തീയിറക്കി കരിച്ചു കളയണമല്ലാഹ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, നബിതങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അസ്സലാം അവ റബ്ബ് സലാം പറയുന്നു. നബിതങ്ങൾ പറയുന്നു, വഹുവസ്സലാം വഇലൈഹി യഊദുസ്സലാം. നബിതങ്ങളോട് പറയുന്നു, അല്ല ചോദിക്കുന്നുണ്ട്, എന്റെ സൃഷ്ടികളെ പടച്ചത് നിങ്ങളല്ലല്ലോ, ഞാനല്ലേ? അതേ ബൽഹുവല്ലദീ ഖലഖഹും, അല്ലയാ പടച്ചത്. അവൻ ചോദിക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ലേ? അതേ നിങ്ങളല്ലല്ലോ. അതേ ബൽഹുവല്ലദീ യർസുഖുഹും, അല്ലയാ കൊടുക്കുന്നത്. എന്നാൽ അല്ല പറയുന്നുണ്ട്, അന്ത തതൂബു അലൈഹിം, തൗബ സ്വീകരിക്കുന്നത് നബിതങ്ങളല്ലല്ലോ, അല്ലയല്ലേ? ബൽഹുവല്ലദീ യതൂബു അലൈഹിം, അല്ലയല്ലേ തൗബ സ്വീകരിക്കുന്നത്? ഫതുബ് അലാ അബ്ദീ, അതുകൊണ്ട് എന്റെ അടിമ അങ്ങേറ്റം ഖേദിച്ച് മടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നബിയെ തങ്ങളും മാപ്പ് കൊടുക്കണേ. ഫൈന്നീ തുബ്തു അലൈഹി, ഞാനയാൾക്ക് മാപ്പ് കൊടുത്തു പോയി. അച്ചെറുപ്പക്കാരനെ പിടിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തൗബ സ്വീകരിച്ച വിവരം പറഞ്ഞു. ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം. അതാ ഓതുന്നു, സുഹൃത്തുക്കളെ, എത്ര വലിയ തെറ്റ് ചെയ്തു പോയവനും അതാ നിരാശരാകാതെ അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണം. മനസ്സുകൊണ്ടാണ് മടക്കം വേണ്ടത്, നാവ് കൊണ്ടല്ല, കാട്ടിക്കൂട്ടലല്ല. മനസ്സറിഞ്ഞുള്ള തൗബ വേണം. ഇന്നഹു കാന തവ്വാബാ, രഹസ്യമായി ചെയ്തതില്ലേ, അനുയായികൾ അറിയരുതെന്ന് വിചാരിച്ചതില്ലേ, നേതാക്കൾ അറിയരുതെന്ന് വിചാരിച്ചതില്ലേ, ഉമ്മ ബാപ്പ അറിയരുതെന്ന് വിചാരിച്ചതില്ലേ, ഭർത്താവ് അറിയരുതെന്ന് വിചാരിച്ചതില്ലേ, ഭാര്യ അറിയരുതെന്ന് വിചാരിച്ചതില്ലേ, അങ്ങനെ നാട്ടുകാരറിയരുതെന്ന് വിചാരിച്ചതില്ലേ, അങ്ങനെ പലതും പലതുമില്ലേ. എല്ലാം അറിയുന്ന രാജാവില്ലേ, അവന്റെ മലക്കുകൾ റിക്കാർഡാക്കിയില്ലേ? അതൊന്ന് കഴുകി കിട്ടട്ടെ സുഹൃത്തുക്കളെ. അത് കഴുകാൻ പ്രത്യേകിച്ചും എന്നെ പോലുള്ളവര് ചിന്തിക്കട്ടെ. സിഗ്നല് കത്തിപ്പോയില്ലേ, തലയും താടിയൊക്കെ നരച്ചുപോയില്ലേ? ചെറുപ്പക്കാര്, നരക്കാതെയും പലരും മരിച്ചു വീഴുന്നില്ലേ? കുട്ടിക്കാലത്തും പലരും മറിഞ്ഞു മറിഞ്ഞു മരിക്കുന്നില്ലേ? അതുകൊണ്ട് തൗബയാണ് വേണ്ടത്, ഇസ്തിഗ്ഫാറാണ് വേണ്ടത്, റബ്ബിനെ പുകഴ്ത്തുകയാണ് വേണ്ടത്, റബ്ബിലേക്ക് മനസ്സ് തിരിയുകയാണ് വേണ്ടത്. നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിലാകണം, വേറെ ലക്ഷ്യം വേണ്ട. അല്ലാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ, ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവർക്ക് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങൾ സഹായിച്ചവർക്ക്, സഹായിക്കുന്നവർക്ക് മാപ്പാക്കണേ അല്ലാ.